ഈ വീഡിയോയിൽ നമുക്ക് സ്പെഷ്യാലിറ്റി പോളിമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ കണ്ടക്റ്റിംഗ് പോളിമർ, ഇലക്ട്രോലൂമിനസെൻസ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്പെഷ്യാലിറ്റി പോളിമർ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോളിമറാണ് സ്പെഷ്യാലിറ്റി പോളിമേഴ്സ്, സ്പെഷ്യലി എൻജിനീയർഡ് ഫോർ സ്പെസിഫിക് വർക്ക്. സ്പെഷ്യാലിറ്റി പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് ആയിരിക്കും. നോർമലി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്, ഇലാസ്റ്റോമേഴ്സ്, സ്മാർട്ട് ഹൈഡ്രോജൽസ് ഇതൊക്കെ സ്പെഷ്യാലിറ്റി പോളിമറിന് എക്സാമ്പിളാണ്. അത് നമുക്കറിയാം, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, പ്ലാസ്റ്റിക്സ് അതുപോലുള്ള ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറൽ, മെഡിക്കൽ അങ്ങനെ പലതരം ഇൻഡസ്ട്രിയിലും സ്പെഷ്യാലിറ്റി പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്പെഷ്യാലിറ്റി പോളിമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ വരുന്നതാണ് പോളി അസറ്റിലിൻ, പോളി അനിലീൻ, PPV. ദെൻ സെക്കൻഡ് വൺ ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമർ, അതിന് എക്സാമ്പിളാണ് കെവലാർ. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കി. ദെൻ തേർഡ് വൺ ഈസ് ബയോപോളിമേഴ്സ്. ബയോഡീഗ്രേഡബിൾ പോളിമറും ഉണ്ട്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ പോളിമറും ഉണ്ട്. ദെൻ ഫോർത്ത് വൺ ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ. ഇതിൽ നമുക്ക് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ വിശദമായിട്ട് നോക്കാം. ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ എന്ന് പറയുന്നത് അതൊരു കണ്ടക്റ്റിംഗ് പോളിമർ കൂടിയാണ്. കണ്ടക്റ്റിംഗ് പോളിമർ വിശദമായിട്ട് കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ സെക്ഷനിൽ നമ്മൾ നോക്കും. അതായത് ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ എന്ന് പറയുന്നത് ജനറലി അതൊരു ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അതായത് അവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് കാരണമാണ് ലൈറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് PPV, പോളിഫിനൈൽ വിനൈലിൻ. ഇതൊരു ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമറുമാണ്, കണ്ടക്റ്റും ചെയ്യുന്നതുകൊണ്ട് കണ്ടക്റ്റിംഗ് പോളിമർ കൂടിയാണ്. ദെൻ പോളിഫ്ലൂറിൻ ആൻഡ് പോളിതയോഫിൻ. പോളിഫിനൈൽ വിനൈലിൻ അതായത് PPV, പോളിഫ്ലൂറിൻ, പോളിതയോഫിൻ ഇത് മൂന്നുമാണ് എക്സാമ്പിൾ. അതിൽ PPV അതൊരു സെമി കണ്ടക്റ്റിംഗ് പോളിമറാണ്. PPVയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ അതൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമറാണെന്ന് പറഞ്ഞു. അതായത് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഫോട്ടോവോൾട്ടായിക് ഡിവൈസ് ലൈക്ക് സോളാർ സെൽസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ ഫ്ലെക്സിബിളാണ്, ലോ ലൈഫ് സ്പാനുമായിരിക്കും. അപ്പോൾ അതാണ് ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ എന്ന് പറയുന്നത്. ഇലക്ട്രോലൂമിനസ് പോളിമർ എന്ന് പറയുമ്പോൾ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അതിൽ പ്രധാനമായിട്ടും പോളിഫിനൈലിൻ വിനൈലിൻ, PPV അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ബയോപോളിമർ. ബയോപോളിമർ എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ നാച്ചുറൽ പോളിമേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം. അതായത് ബയോപോളിമർ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളിമറാണ്. അത് നമുക്ക് ബയോഡീഗ്രേഡബിളും ബയോമെഡിക്കൽ പോളിമറും ഉപയോഗിക്കാം. അപ്പോൾ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡിലും, ബയോമെഡിക്കൽ പോളിമർ എന്ന് പറയുന്നത് എന്ത് ഫീൽഡിലായിരിക്കും ഉപയോഗിക്കാം? മെഡിക്കൽ ഫീൽഡിലാണ് ഉപയോഗിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യുക കൂടി ചെയ്യാം. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമർ. അതെന്തായിരുന്നു? കെവലാറാണ് ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമറിന് എക്സാമ്പിൾ. അത് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. അത് ടെറാപ്തൈൽ ക്ലോറൈഡ് ആൻഡ് 1,4-ഫിനൈലീൻ ഡയമീൻ. ടെറാപ്തൈൽ ക്ലോറൈഡും 1,4-ഫിനൈലീൻ ഡയമീനും കണ്ടൻസേഷൻ പോളിമറൈസ് ചെയ്തിട്ടാണ് കെവലാർ ഉണ്ടാക്കുന്നത്. അതാണ് എന്തിന് എക്സാമ്പിളാണത്? ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമറിന് എക്സാമ്പിളാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമറിന് എക്സാമ്പിളാണ് കെവലാർ. ഇനി ലാസ്റ്റ് വൺ കണ്ടക്റ്റിംഗ് പോളിമർ. ഈ കണ്ടക്റ്റിംഗ് പോളിമർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നേരത്തെ നമ്മൾ ഇലക്ട്രോലൂമിനസെൻറ്റ് പോളിമർ പഠിച്ചപ്പോൾ PPV പറഞ്ഞു. PPV ഒരു കണ്ടക്റ്റിംഗ് പോളിമറാണെന്ന് പറഞ്ഞു. ഈ കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്സിൻ്റെ സെമി കണ്ടക്ടർ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ജനറലി ഏതൊരു പോളിമറിനും, ജനറലി നോർമൽ പോളിമർ എന്ന് പറയുന്നത് ഇൻസുലേറ്ററാണ്. അപ്പോൾ അത് കണ്ടക്റ്റ് ചെയ്യില്ല. നമുക്കറിയാം മെറ്റലാണെങ്കിൽ കണ്ടക്റ്റേഴ്സാണ്. ഇനി ഇതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോളിമറാണ് കണ്ടക്റ്റിംഗ് പോളിമർ. അതെന്താകും? അപ്പോൾ സെമി കണ്ടക്ടർ ലൈക്കായിട്ട് ആക്ട് ചെയ്യും. അതായത് അതിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ടായിരിക്കും കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ.
അപ്പോൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ പ്രധാനമായിട്ടും ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ ആൻഡ് എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ ആൻഡ് എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ. ഈ ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമറിനെ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ എന്നും ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമർ എന്നും. ഇത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കണം. ഈ കണ്ടക്റ്റിംഗ് പോളിമറിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് പോളി അനിലീൻ, പോളി അസറ്റിലിൻ, ദെൻ PPV. അപ്പോൾ ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ. ഈ കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ എന്ന് പറയുന്നത് അവിടെ എന്താ പ്രോസസ്സ് നടക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു പൈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ്, അത് കാരണമാണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം സെമി കണ്ടക്ടറിലാണെങ്കിൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ഒരു പൈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ആണ് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ഷൻ പോളിമറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളൊരു തെർമൽ ആക്ടിവേഷൻ വഴി ഇലക്ട്രോണിനെ ജമ്പ് ചെയ്യുന്നു വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ അതിനെ കണ്ടക്റ്റിംഗ് പോളിമറാക്കിയിട്ട് എടുക്കുന്നു. ഇങ്ങനെയുള്ള കണ്ടക്റ്റിംഗ് പോളിമറിനെ ഡോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമർ. അതായത് ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഡോപ്പിംഗ് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്, പി ഡോപ്പിംഗ്, എൻ ഡോപ്പിംഗ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പി ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡോപ്പിംഗ്, എൻ ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡോപ്പിംഗ്. അതായത് പോസിറ്റീവ് ഡോപ്പിങ്ങിൽ ഓക്സിഡേഷനാണ് നടക്കുക, അതായത് ഇലക്ട്രോൺ റിമൂവൽ നടക്കും. എൻ ഡോപ്പിംഗ് അഥവാ നെഗറ്റീവ് ഡോപ്പിങ്ങിൽ റിഡക്ഷനാണ് നടക്കുക, അതായത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡോപ്പിംഗ് വഴി എന്ത് ചെയ്യുന്നു, കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ ആയിട്ടുള്ള പോളി അനിലിൻ, പോളി അസറ്റിലിൻ, ഇതിനൊക്കെ നമ്മൾ ഡോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും, അതായത് കണ്ടക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ പി ഡോപ്പിങ്ങും എൻ ഡോപ്പിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പി ഡോപ്പിംഗ് എന്ന് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു, പോസിറ്റീവ് ഡോപ്പിംഗ് ആണ് പി ഡോപ്പിംഗ്. അപ്പോൾ കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ കൂടെ നമ്മളിവിടെ ലൂയിസ് ആസിഡാണ് ആഡ് ചെയ്യുക. ലൂയിസ് ആസിഡിൻ്റെ എക്സാമ്പിളാണ് BF3, FeCl3. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമറും ലൂയിസ് ആസിഡും ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞ് റാഡിക്കൽ അയോൺസ് ക്രിയേറ്റ് ചെയ്യും, അതായത് ചാർജ് കാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് പോളറോൺസ് എന്ന് പറയുക. അപ്പോൾ ഈ ചാർജ് കാരിയേഴ്സ് വഴി എന്ത് ചെയ്യും, കണ്ടക്ഷൻ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നു. അതാണ് പി ഡോപ്പിംഗ് നടക്കുന്നത്. അതായത് പി ഡോപ്പിംഗ് പോസിറ്റീവ് ഡോപ്പിംഗ് ആണ്, ഓക്സിഡേഷൻ നടക്കുന്നു, ഇലക്ട്രോൺ റിമൂവൽ നടക്കുന്നു. ദെൻ സെക്കൻഡ് വൺ ഈസ് എൻ ഡോപ്പിംഗ്. എൻ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം നെഗറ്റീവ് ഡോപ്പിംഗ് ആണ്. അപ്പോൾ പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമറിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യും, ലൂയിസ് ബേസ് ആഡ് ചെയ്യും. ലൂയിസ് ബേസിന് എക്സാമ്പിളാണ് ലിഥിയം, സോഡിയം, അതുപോലെ തന്നെ ടേർഷ്യറി ബ്യൂട്ടൈൽ അലുമിനിയം. അങ്ങനെ ഇത് ആഡ് ചെയ്ത് ഇവിടെയും ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ചാർജ് കാരിയേഴ്സാണ് കണ്ടക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. പി ഡോപ്പിങ്ങിലാണെങ്കിൽ നമ്മൾ പോളറോൺ എന്നാണ് പറയുന്നത് ചാർജ് കാരിയറിന്. ഇവിടെ പോളറോണും ഉണ്ട്, ബൈപോളറോണും ഉണ്ട്. അത് രണ്ടും ചാർജ് കാരിയർ തന്നെയാണ്, പോളറോണും ബൈപോളറോണും. അതാണ് ഡോപ്പിംഗ് കണ്ടക്റ്റിംഗ് പോളിമറും അതുപോലെ തന്നെ കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് ഡോപ്പിംഗ് പോളി അനിലിനും പോളി അസറ്റിലിൻ്റെയും കേസിൽ ഡിഫറെൻ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ദെൻ നോർമലി പറയുകയാണെങ്കിൽ കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ബയോ സെൻസേഴ്സ്, കെമിക്കൽ സെൻസേഴ്സ്, അതുപോലുള്ള സെൻസേഴ്സിൽ ഉപയോഗിക്കുന്നു, റീചാർജബിൾ ബാറ്ററീസിൽ ഉപയോഗിക്കുന്നു, ഡിസ്പ്ലേ സിസ്റ്റം, ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, PCB അഥവാ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അങ്ങനെ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി പോളിമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്.